ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് അരി കുതിർക്കുകയും അരയ്ക്കുകയും ഒന്നും ചെയ്യാതെ നല്ല സിമ്പിളായിട്ട് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കപ്പ് റവയാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് അരിപ്പൊടി ആട്ടോ. നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയില്ലേ, നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു അരക്കപ്പും കൂടി നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചേർത്തിട്ടുള്ളത് തൈരാട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. ഒരുപാട് പുളിയൊന്നും വേണ്ട, ചെറിയൊരു പുളിയൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂണ് 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത്. അതിന് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മളിപ്പം ചേർക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് പിന്നീട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയേ. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അരിപ്പൊടിയുടെ അത്ര ഒരു ക്രിസ്പിയായിട്ട് കിട്ടില്ല, എന്നാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതായിപ്പോൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ തന്നെ മിക്സ് ആക്കിയിട്ട് നല്ല സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഇനി അതൊന്ന് അവിടെ നിന്ന് സെറ്റായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് അടുപ്പത്തോട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് ഇതാന്ന് ഞാനിപ്പം ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു പിഞ്ചോളം നമ്മൾ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിതാ കുറച്ച് ഒരു നുള്ളി നമ്മൾ ഈ നുള്ളി എടുക്കുമല്ലോ, അത്ര തന്നെ നമ്മളിതിലേക്ക് കടലപ്പരിപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് വന്നതിന് ശേഷം ആട്ടോ അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1-2 പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില ചേർക്കണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ സവാള ചേർത്തിനാൽ ഒരുപാട് സമയം ഇട്ടിട്ട് ഇളക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി സവാള ഒന്ന് മൂത്ത് തുടങ്ങിയെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. നമുക്കൊരു സവാള ഒന്ന് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ കേട്ടോ ടേസ്റ്റിനാണ്. അപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. ചെറുതായിട്ടൊന്ന് കളർന്ന് മാറിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുത്തിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഈ ഒരു മാവിലേക്ക് അങ്ങ് ചേർക്കാട്ടോ ചെയ്യുന്നത്. ആ ഒരു ചൂടോട് തന്നെ അങ്ങ് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തെടുക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്തെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ നന്നായിട്ട് ഒന്ന് പുളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പം റെഡിയാക്കി എടുത്ത അതേ പാത്രത്തിൽ തന്നെയായിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതിലേക്ക് വീണ്ടും ഒരു 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു പിഞ്ചോളം മുളക് പൊടി ചേർത്തെടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവും കൂടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആകെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളിത് അതിലേക്ക് മാവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് ഒരുപാട് സമയമൊന്നും വെക്കണ്ടില്ല. ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടിക്കോളും. സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡി ആയിട്ട് വന്നോളും. ഒന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ആട്ടോ അടച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് എല്ലാം കൂടി ഒന്ന് നല്ല സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെക്കാട്ടോ ചെയ്യുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആകാനായിട്ടാട്ടോ ഉള്ളൂ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സൈഡ് ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കൈ വെച്ചൊന്ന് തൊട്ട് നോക്കിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് കളർന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, കുറച്ച് സമയം മാത്രം വെച്ചാൽ മതിയേ. അപ്പോൾ ഇപ്പം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർന്ന് മാറി വന്നാൽ മതി കേട്ടോ. ഒരു 10-20 സെക്കൻഡ് ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് റെഡിയായിട്ട് വന്നോളും. അപ്പോൾ റെഡിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ കുമ്പളകളായിട്ട് നമ്മൾ ഈ ഒരു നെയ്യ് ഉണ്ടാവുമല്ലോ അടിയിലുള്ള, അതിങ്ങനെ ഒന്ന് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഒരു പീസ് കഴിച്ചാൽ തന്നെ വേറെ മനസ്സൊക്കെ നിറയുന്ന രീതിയിലുള്ള നല്ല അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. കറിയൊന്നും വേണ്ടിയില്ല. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ നല്ല മുഞ്ചായിട്ടൊന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഇത് കഴിക്കട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിയതിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.